UDF കോൺഗ്രസ് നേതാക്കൾ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും പാർട്ടിക്കെതിരെയും നടത്തുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾ കട്ടപ്പന നഗരസഭാ ഭരണസമിതിയുടെ ഭരണപരാജയം മറയ്ക്കാനാണെന്ന് കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. റോഷി അഗസ്റ്റിൻ മന്ത്രിയാകാൻ LDFിലേക്ക് ചേക്കേറിയെന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. കേരള കോൺഗ്രസ് എം UDFിൽ നിന്ന് പുറത്താക്കിയ ശേഷമാണ് LDFിൽ ചേർന്നത്. നഗരസഭാ ഭരണസമിതിയുടെ 4 വർഷത്തെ ഭരണം കട്ടപ്പനയെ പിന്നോട്ടടിക്കുന്നതാണ്. നാടിന് ഗുണകരമായ യാതൊരു പദ്ധതികളും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മറയ്ക്കാൻ കഴിയുന്നതല്ല കട്ടപ്പന നഗരസഭയുടെ ഭരണപരാജയം. റോഷി അഗസ്റ്റിൻ മന്ത്രിയാകാൻ LDFിലേക്ക് ചേക്കേറിയെന്ന് പറയുന്ന വാസ്തവ വിരുദ്ധമാണ്. UDF കൺവീനർ ബെന്നി ബെഹനാൻ കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ നിന്നും പുറത്താക്കിയാണെന്ന് പത്രങ്ങളിലൂടെ എല്ലാം പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടത്. അല്ലാതെ മൂടി വെച്ച കാര്യങ്ങളല്ല, മുഴുവൻ ചാനലും വന്നു. പിന്നെ കോൺഗ്രസ്സുകാരനും UDFുകാരും എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, കേരള കോൺഗ്രസ്സുകാരൻ ഞങ്ങളെ വിട്ടേച്ച് പോയത്. പുറത്താക്കി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ പോലും പിന്നെ എത്ര നാളാണ് വെച്ചത് നിൽക്കുന്നത്. നമ്മൾ വാടകയ്ക്ക് വീടെടുത്താണെങ്കിലും പോകും, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടും രാഷ്ട്രീയ തീരുമാനമെടുത്ത് LDFിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചു. 3 മാസം പുറത്തു വന്നതിന് ശേഷം LDFിൽ പോയി. അവിടെ ചെന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFിന് വലിയ നേട്ടം ഉണ്ടായി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടായി. ആ കൂട്ടത്തിൽ ആ മുന്നണിയുടെ ഭാഗമായി നിന്ന ആളുകൾ എന്നുള്ള രീതിയിൽ റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കൊടുത്തു. അത് കൊടുക്കേണ്ടത് ന്യായമായിട്ട് ആ മന്ത്രിസ്ഥാനം കിട്ടി. അതിന് കോൺഗ്രസ്സുകാരൻ കരഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം LDFിൽ ഈ ആരോപണം നഗരസഭ ഭരണമാക്കുന്ന ഭാഗമാണ്. നഗരസഭയുടെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം കട്ടപ്പന പുറകോട്ട് നയിക്കുന്നതാണ്. നാടിന് ഗുണകരമായ യാതൊരു പദ്ധതികളും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടില്ല. നഗരസഭയിലെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നെടുക്കുകയാണ്. കട്ടപ്പനയിലെ ഹൈമാക്സ് സൈറ്റുകൾ ഒട്ടുമുക്കാലും രാത്രികാലങ്ങളിൽ കത്തുന്നില്ല. മുനിസിപ്പാലിറ്റിക്ക് മുന്നിലുള്ള റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് പോലും പരാജയപ്പെട്ട ഭരണസമിതിയാണ് നിലവിലുള്ളത്. ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. കട്ടപ്പന നഗരസഭയെ വികസനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയിട്ടില്ലാത്തതാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് കോടിക്കണക്കിന് രൂപ അനുവദിക്കപ്പെട്ടിട്ടും സ്ഥല ലഭ്യതയില്ലാത്തതിനാൽ വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മുനിസിപ്പൽ നിയമങ്ങൾ പാലിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രി വളപ്പിൽ പുതിയ കെട്ടിടം പണിയാൻ സാധിക്കില്ല എന്ന നഗ്നമായ സത്യമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസിന്റെ 2 യൂണിറ്റ് ഒരുക്കി താലൂക്ക് ആശുപത്രി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് മന്ത്രിയാണ്. നഗരസഭയിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു. കട്ടപ്പനയിലെ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായി. നഗരസഭ ഓഫീസിന് മുൻപിലുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കട്ടപ്പന നഗരസഭയിൽ യാതൊരു വികസന പദ്ധതികളും 5 വർഷത്തിനിടെ നടപ്പാക്കിയിട്ടില്ല. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് കോടികൾ അനുവദിച്ചിട്ടും സ്ഥലമില്ലാത്തതിനാൽ വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. സ്ഥലം ഏറ്റെടുക്കാത്ത ഭരണസമിതി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഡയാലിസിസ് യൂണിറ്റ് വരെ ആരംഭിച്ച് മികച്ച രീതിയിൽ ആശുപത്രി പ്രവർത്തിക്കുമ്പോൾ സ്ഥലപരിധി മാത്രമാണ് ഏക പോരായ്മയെന്നും നേതാക്കൾ പറഞ്ഞു. എല്ലാ വാർഡുകളും, അതായത് UDFുകാർ ഭരിക്കുന്ന മുഴുവൻ വാർഡുകളിലും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ UDF ചെയർമാൻ്റെ വാർഡിൽ, UDF ജില്ലാ ചെയർമാൻ്റെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഹൈമാക്സ് ലൈറ്റ് അതിൻ്റെ ഉദ്ഘാടനം മന്ത്രി നടത്തുകയുണ്ടായി. നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 50 വർഷമാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ മന്ത്രി മുഴുവൻ ആളുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ്, കട്ടപ്പന താലൂക്ക് ആശുപത്രി, കട്ടപ്പനയിലെ ബൈപ്പാസ് റോഡുകൾ, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവ ബഹുമാനപ്പെട്ട KM മാണി ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടുക്കിയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നതാണ്. അത് കേരള കോൺഗ്രസിന്റെയും റോഷി അഗസ്റ്റിന്റെയും നേട്ടമാണ്. കട്ടപ്പനയിലെ ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളോട് കൊണ്ടുവരുന്നതിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പങ്ക് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നില്ല. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നാടിന് ഗുണകരമായ ഒരു പദ്ധതി പോലും ഇല്ല എന്ന വസ്തുത മറയ്ക്കാൻ ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. കട്ടപ്പന ഇന്നലത്തെ കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിൽ കൊടുത്ത ആ പ്രസ്താവനയ്ക്കകത്തുണ്ട് KSRTCക്ക് സ്ഥലം അവരെ ഏറ്റെടുത്ത് കൊടുത്തത്. അത് വെറും തട്ടിപ്പ് മാത്രമാണ്. കാരണം ഒരു ജനകീയ കമ്മിറ്റിയാണ് അന്ന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത്, നമ്മുടെ വെള്ളയാമ്പലിലെ സ്ഥലം. അതിന് നേതൃത്വം കൊടുത്ത പഴയ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനായ CK മോഹനൻ, അതുപോലെ തന്നെ CPMന്റെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന VJ ജോസഫ്, VR സജി, തോമസ് മെരുവന, ഇവരുടെ നേതൃത്വത്തിലാണ് അന്ന് കമ്മിറ്റി എടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന കമ്മിറ്റി പോലും ഇല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കല്യാണത്തിന്റെ ഭൂവിഷയമാണ്. കല്യാണത്തിന്റെ ഭൂവിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ മാത്രമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിച്ച് കല്യാണത്തിന്റെ ആളുകളെ മുഴുവൻ വെട്ടിലാക്കി. അതിനിപ്പം മന്ത്രിയോ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കോൺഗ്രസ്സുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുനിസിപ്പൽ ചെയർമാൻമാരെ വെച്ച് മാറിയ സമയത്തുണ്ടായ ഗ്രൂപ്പ് വൈര്യം നിലനിന്നപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് കല്യാണത്തിന്റെ ആരുടെ സ്ഥലം പോയത് പേരെടുത്ത് പറയണോ? എംപ്ലോയബിലിറ്റി സെന്ററിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നു. PSCക്ക് 7.5 കോടിയുടെ കെട്ടിടം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും.
മലയോര ഹൈവേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. കട്ടപ്പനയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്ന 50 കോടിയുടെ ജൽജീവൻ മിഷൻ പദ്ധതി പുരോഗമിക്കുകയാണ്. നഗരസഭയിലെ വിവിധ ഗ്രാമീണ റോഡുകൾക്ക് മന്ത്രി കോടികൾ അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ്, കട്ടപ്പന താലൂക്ക് ആശുപത്രി, കട്ടപ്പന ബൈപ്പാസ് റോഡ്, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവ മുൻമന്ത്രി KM മാണിയുടെ കാലത്ത് ബഡ്ജറ്റിൽ അനുവദിച്ചതാണ്. അത് കേരള കോൺഗ്രസിന്റെയും റോഷി അഗസ്റ്റിന്റെയും നേട്ടമാണ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവന്നതിൽ കേരള കോൺഗ്രസിന്റെ പങ്ക് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. കട്ടപ്പന നഗരസഭ 4 വർഷം കൊണ്ട് നാടിന് ഗുണകരമായി ചെയ്ത ഒന്നുമില്ല. കട്ടപ്പന KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയത് ജനകീയ സമിതിയാണ്. കല്യാണത്തണ്ടിലെ ഭൂപ്രശ്നം കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ മൂലമുണ്ടായതാണെന്ന് ജനത്തിനറിയാം. കട്ടപ്പനയിൽ സ്റ്റേഡിയത്തിന് സ്ഥലമെടുക്കാൻ തീരുമാനിച്ചപ്പോൾ വില്ലേജ് ഓഫീസറെ വിജിലൻസ് കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഷാജി കൂത്തോടി, ടെസിൻ കളപ്പുര, ബെന്നി കല്ലുപുരയിടം, മാത്യു വാലുമേൽ, ബാബു പുത്തൻവീട്ടിൽ, ബിജു വാഴപ്പനാടി, ബിനോയ് കുളത്തുങ്കൽ, ബിനോയ് മണിമല എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.